AK ഹഫീസ് കൊല്ലം മേയറാകും. കേവല ഭൂരിപക്ഷമില്ലെങ്കിലും UDFന് അധികാരം ലഭിക്കും. കൊല്ലത്തെ തോൽവി പരിശോധിക്കുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി S. ജയമോഹൻ 24നോട് പറഞ്ഞു. ശക്തമായ പ്രതിപക്ഷമാകുമെന്ന് BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് S. പ്രശാന്ത് പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മേയറെ പ്രഖ്യാപിച്ച് UDF നടത്തിയ പ്രവർത്തനമാണ് തിളക്കമാർന്ന വിജയത്തിന് ആധാരമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. നിയുക്ത മേയറായി AK ഹഫീസ് തന്നെ എത്തുമെന്ന് UDF നേതൃത്വം അർത്ഥശങ്കകൾക്കിടയില്ലാതെ ഉറപ്പിച്ചു പറയുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകുന്ന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് നിയുക്ത മേയർ AK ഹഫീസ്. ഒരിക്കലും നിങ്ങളുടെയൊക്കെ പ്രതീക്ഷയ്ക്ക് ഒരു ദോഷവും വരാത്ത വിധത്തിൽ, ഒരു കളങ്കവും വരാത്ത വിധത്തിൽ 100% ഭംഗിയാക്കി തന്നെ ഇതിന്റെ ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിക്കുന്നു. ഡെപ്യൂട്ടി മേയർ വനിതയായതിനാൽ സാമുദായ സമവാക്യം പാലിച്ചാകും തീരുമാനം. അതേസമയം തോൽവിയുമായി ബന്ധപ്പെട്ട് ജനങ്ങളിൽ നിന്ന് വിവരശേഖരണം നടത്തുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി S. ജയമോഹൻ 24നോട് പറഞ്ഞു. ചില സീറ്റുകൾ LDFനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി BJPയും കോൺഗ്രസും SDPIയും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ തമ്മിൽ ധാരണകൾ ഉണ്ടാക്കി അവർ തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കാറുണ്ട്. ശക്തമായ പ്രതിപക്ഷമായി നിലകൊള്ളുമെന്ന് BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് S. പ്രശാന്ത്. ആരുമായി സന്ധിയില്ലെന്നും പ്രശാന്ത് 24നോട് പറഞ്ഞു. കോർപ്പറേഷനിൽ ഒരു നിർണായക ശക്തിയായി BJP മാറും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്. അത് തന്നെ കോർപ്പറേഷൻ നിർണായക ശക്തിയായി നമ്മൾ മാറി. സ്റ്റാൻഡിംഗ് കൗൺസിൽ അംഗങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അത് കിട്ടും. ഉടൻ തന്നെ സത്യപ്രതിജ്ഞ നടത്താനാണ് UDF തീരുമാനം. അരുൺ രാജ് 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.